എഗ്ലെസ് കാരമൽ പുഡിംഗ്. നമ്മൾ സാധാരണ കാരമൽ പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ മുട്ടയും പാലും ബ്രെഡും എല്ലാം കൂടെ വെച്ചിട്ടല്ലേ. അപ്പോൾ മുട്ടയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക്, മുട്ട കഴിക്കാത്തവർക്കൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കാരമൽ പുഡിംഗാണ്. ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. അതേ ഒരു പെർഫെക്റ്റ്ലും ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. ആദ്യം തന്നെ നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം അരക്കപ്പിൻ്റെ അടുത്ത് പഞ്ചസാര എടുത്തിട്ട് കാരമലൈസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് 1/4 കപ്പ് മതി എന്നുണ്ടെങ്കിൽ അത്ര ആയാലും മതി. അപ്പോൾ നമ്മളിതാ സ്പൂണൊന്നും ഉപയോഗിക്കാതെ തന്നെ ജസ്റ്റ് ആ ഒരു സിമ്മിൽ വെച്ചിട്ട് ഇങ്ങനെ പാൻ ഇളക്കി കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ നേരെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സ്റ്റീം ചെയ്യാനുള്ള ഇതാണ് കേട്ടോ. അപ്പോൾ അതിന് പറ്റിയ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 6 പീസ് ബ്രെഡാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സൈഡ്സ് ഒന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തോളൂ, പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് 1.5 കപ്പ് പാല്, പിന്നെ അതുപോലെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 2 സ്പൂൺ കസ്റ്റാർഡ് പൗഡർ, കുറച്ച് പാലൊഴിച്ചിട്ട് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പാലിന് പകരമായിട്ട് നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഇങ്ങനെ ചൂടായിട്ട് വന്നിട്ടുള്ള ഒരു പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിക്കുന്ന സമയത്ത് തന്നെ അത് ഇളക്കി കൊടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ കട്ടായിട്ട് പോകും. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ച് എല്ലാം നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം നമ്മളൊരു മീഡിയത്തിലേക്ക് ആക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ആ ഒരു കസ്റ്റാർഡ് ചെറുതായിട്ടൊന്നും ഇങ്ങനെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബ്രെഡാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കുക, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കട്ടയില്ലാതെ ഒരു സ്പൂണോ ഫോർക്കോ അല്ലെങ്കിൽ വിസ്കൊക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്നിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ആ ഒരു ബ്രെഡും പാലും എല്ലാം ഒന്നിങ്ങനെ മിക്സായിട്ട് കുക്കാവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ കാരമലൈസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു അലുമിനിയം ഫോയിൽ വെച്ച് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് ഞാൻ സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്നിങ്ങനെ സ്റ്റീം ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് പുറത്ത് വെക്കുക. അത് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ആ ഒരു കാരമൽ ഇങ്ങനെ മേലെ കിട്ടാനായിട്ട് ഞാനിതൊരു പ്ലേറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സൈഡൊന്നും ഞാൻ സ്പൂണോ കയ്യിലോ വെച്ചിട്ടൊന്നും ഇങ്ങനെ കത്തിയൊന്നും വെച്ചിട്ട് ആക്കി കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ പെർഫെക്റ്റ് ആയിട്ട് അതിലേക്ക് നമുക്ക് വിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അത് മുറിഞ്ഞു പോകുക ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഗുളുഗുളാ നിൽക്കുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എഗ്ലെസ് കാരമൽ പുഡിംഗ് ആട്ടോ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. മുട്ടയൊന്നും ചേർക്കാഞ്ഞിട്ട് നല്ല സോഫ്റ്റായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് നമുക്കവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഭയങ്കര ടേസ്റ്റുമായിരുന്നു കേട്ടോ. നമുക്ക് ഒരുപാട് ചിലവൊന്നും വന്നിട്ടില്ല. കുറച്ച് കാരമലൈസ് ചെയ്യാനുള്ള ഒരു ഇത്തിരി സമയം മാത്രമേ ഉള്ളൂ. ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.